മിസ്സാണ് കേട്ടോ. അപ്പൊ നമ്മൾ പുതുതായിട്ട് പഠിച്ച ചാപ്റ്റർ ആയിരുന്നു അറിഞ്ഞു കഴിക്കാം. നമ്മൾ എന്തൊക്കെ ഭക്ഷണ സാധനങ്ങളാണ് കഴിക്കേണ്ടത്, നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളാണ് നമ്മുടെ ശരീരത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു പാഠഭാഗത്ത് പഠിച്ചു അല്ലേ. ഇതിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു കാര്യം കൂടെ പഠിച്ചിരുന്നു. നമ്മൾ എല്ലാവരും അല്ലേ പായസം ഉണ്ടാക്കാൻ പഠിച്ചിരുന്നു. എന്താ പഠിച്ചത്? പായസം ഉണ്ടാക്കാൻ. അപ്പൊ പായസം ഉണ്ടാക്കുന്ന വിധം എന്താണെന്നുള്ളത് മക്കളോട് എഴുതാൻ വേണ്ടി ചോദിക്കാറുണ്ട്. ചിലപ്പോൾ പായസം എന്നാവണമെന്നില്ല കേട്ടോ. നിങ്ങൾ കഴിക്കാൻ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ആഹാരം ഉണ്ടാക്കുന്ന വിധം എഴുതുക എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ചോദ്യം നമ്മൾ എങ്ങനെ എഴുതും? അപ്പൊ നമുക്ക് പായസം വെച്ച് തന്നെ അല്ലേ ഒന്ന് പഠിച്ചു നോക്കിയാലോ. അപ്പൊ ആദ്യം വേണ്ടത് അല്ലേ പായസം തയ്യാറാക്കാൻ എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമുള്ളത് എന്ന് നോക്കലാണ്. അപ്പൊ എന്തൊക്കെയാ നമുക്ക് ആവശ്യമുള്ളത്? നമുക്ക് അരി ആവശ്യമുണ്ട്, പാൽ ആവശ്യമുണ്ട്, പഞ്ചസാര ആവശ്യമുണ്ട്, നെയ്യ് വേണം, അണ്ടിപ്പരിപ്പ് വേണം, ഉണക്കമുന്തിരി വേണം, ഏലക്കായ ആവശ്യമുണ്ട്. എല്ലാവർക്കും പായസം കുടിക്കാൻ ഇഷ്ടമല്ലേ? പായസത്തിന്റെ രുചി എന്താ? നല്ല മധുരമാണ് അല്ലേ. അപ്പൊ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. തയ്യാറാക്കുന്ന വിധം എന്താ ചെയ്യേണ്ടത്? ഒരു പാത്രത്തിൽ പാലെടുത്ത് അടുപ്പിൽ വെച്ച് നമ്മൾ നന്നായിട്ട് തിളപ്പിക്കുക. പാൽ തിളച്ചു വരുമ്പോൾ അരി അതിലിടുക അല്ലെ. പാല് നല്ലോണം തിളച്ചു വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനകത്തേക്ക് കുറച്ച് അരി ഇട്ട് കൊടുക്കുക. അരി വെന്തു വരുമ്പോൾ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം നെയ്യിൽ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഇടുക. ഏലക്കായ പൊടിച്ചതുകൂടി ചേർക്കുകയാണെങ്കിൽ നല്ല മധുരം ഉണ്ടാവും അല്ലേ. അങ്ങനെ നമ്മളെ പായസം തയ്യാറായി. ഇത്രയേ ഉള്ളൂ പായസം തയ്യാറാക്കാൻ. അപ്പൊ ഏതൊരു ഭക്ഷണ സാധനം ഉണ്ടാക്കുമ്പോഴും അത് തയ്യാറാക്കുന്ന വിധം ചോദിച്ചാൽ നിങ്ങൾ ആവശ്യമുള്ള സാധനങ്ങൾ എഴുതാൻ മറക്കരുത്. അതിനുശേഷമാണ് നമ്മൾ തയ്യാറാക്കുന്ന വിധം എഴുതേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലേ. അപ്പൊ എല്ലാവരും പായസം തയ്യാറാക്കാൻ പഠിച്ചല്ലോ. അപ്പൊ ദാ ഇവിടെ അല്ലേ രണ്ടുപേരും ഇരുന്ന് പായസം തയ്യാറാക്കുന്ന ഒരു ചിത്രം കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. നന്നായിട്ട് കളറൊക്കെ കൊടുക്കുക കേട്ടോ. അപ്പൊ എല്ലാവരും ഈ ഒരു പ്രവർത്തനം ചെയ്തത് എങ്ങനെയാണെന്ന് ഓർത്ത് വെക്കുക. പരീക്ഷയ്ക്ക് വരുമ്പോൾ അല്ലേ നന്നായിട്ട് എഴുതുക. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് മിസ് വിചാരിക്കുന്നു. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.